3 ഇറാനിയൻ നാവിക കപ്പലുകളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിരുന്നത്. ഐറിസ് ഡേന, ഐറിസ് ലാവൻ, ഐറിസ് ബുഷേർ. ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് ഇന്ത്യൻ നാവികസേന സംഘടിപ്പിച്ച മിലാൻ 2026 എന്ന ഇന്റർനാഷണൽ നേവൽ എക്സസൈസിലും ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിലും പങ്കെടുക്കാനാണ് ഈ കപ്പലുകൾ എത്തിയത്. 70-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ഇന്ത്യയുടെ അതിഥികളായിരുന്നു ഇവർ. ഐറിസ് ഡേന എന്ന കപ്പൽ പരിശീലനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിനിടെ മാർച്ച് 4-ന് ശ്രീലങ്കൻ തീരത്തിനടുത്ത് വെച്ച് അമേരിക്കൻ സബ്മറൈനിൽ നിന്നുള്ള ടോർപിഡോ ആക്രമണത്തിൽ മുങ്ങി. 80-ലധികം നാവികർ കൊല്ലപ്പെട്ടു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് അമേരിക്ക ഒരു ശത്രു കപ്പലിനെ ടോർപിഡോ ഉപയോഗിച്ച് തകർക്കുന്നത്. രണ്ടാമത്തെ കപ്പലായ ഐറിസ് ലാവന് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കൊച്ചി തുറമുഖത്ത് ഇന്ത്യ അടിയന്തിരമായി അഭയം നൽകി. ഏകദേശം 183 നാവികർ ഇപ്പോൾ കൊച്ചിയിലെ സുരക്ഷിത കേന്ദ്രത്തിലുണ്ട്. മൂന്നാമത്തെ കപ്പലായ ഐറിഷ് ബുഷേർ ഇപ്പോൾ നിലവിൽ ശ്രീലങ്കൻ തീരത്ത് സംരക്ഷണം തേടിയിരിക്കുകയാണ്.